ശൂന്യവുമായി കിടന്ന വെറുമിരുളായിരുന്ന എന്നെ യേശുവിൻ മരണത്തിനാലെ തന്നുയിർപ്പിൻ ശക്തിയാലെ ജീവിപ്പിക്കുന്ന സ്വർഗ്ഗപിതാവേ, നിൻ കൃപ മഹത്വത്താലേ തൃപ്പാദം ഞാൻ കുമ്പിടുന്നേ. ജീവപുസ്തകത്തിൽ നിന്നുമെന്റെ പേരു മാഞ്ഞു പോയിടാതെയെന്നും കുഞ്ഞാടിനെ പിൻഗമിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടു സൂക്ഷിക്കും പിതാവേ, നിൻ കൃപ മഹത്വത്താലേ തൃപ്പാദം ഞാൻ വന്ദിക്കുന്നേ. എൻ്റെ ആത്മാവും ദേഹം ദേഹിയും തൻ്റെ മകനീയ സ്നേഹത്തെ വാഴ്ത്തും. എൻ്റെ സർവാന്തരംഗവും പാടും തൻ തിരുപാദം ചുംബിക്കും, തൻ തിരുപാദം ചുംബിക്കും, തൻ തിരുപാദം ചുംബിക്കും, തൻ തിരുപാദം ചുംബിക്കും. കർത്താവിൻ്റെ ദാസനും അനുഗ്രഹീത ഗായകനുമായ വിജയ് ട്രാവൻ എഴുതിയ ഈ മനോഹരമായ ഗാനത്തിൻ്റെ വരികൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ഞാൻ ധ്യാനിക്കുകയും അതെൻ്റെ ഒരു പ്രാർത്ഥനയും കൂടെ ആക്കി മാറ്റുകയും ചെയ്ത വരികളാണ്. ദൈവമേ, ജീവപുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മാഞ്ഞു പോയിടാതെ കുഞ്ഞാടിനെ പിൻഗമിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ട് സൂക്ഷിക്കണമേ. ശരിക്കും പാട്ടും പ്രസംഗം എന്ന ഈ പ്രോഗ്രാമിലൂടെ സിസ്റ്റർ ആഷ്ലി പാടിയ ഈ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പാഴും ശൂന്യവുമായി കിടന്ന വെറും ഇരുളായിരുന്ന ഈ എന്നെ യേശുവിൻ്റെ മരണത്തിനാലെ തൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാലെ ജീവിപ്പിച്ച സ്വർഗീയ പിതാവേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാഴായിരുന്ന ശൂന്യമായിരുന്ന ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളിൽ പലരും അപ്രയോജന ദാസന്മാരും ദാസിമാരുമായിരുന്നു. പലരും നിങ്ങളെ നോക്കി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് ആർക്കാണ് ഗുണം, ആർക്കാണ് പ്രയോജനം, നീ ഒരു പ്രയോജനം ഇല്ലാത്ത വ്യക്തിത്വമാണെന്ന് പിശാച് പലരെയും കൊണ്ടും നിന്നോട് പറയിക്കുകയും പലപ്പോഴും നിന്റെ മനസ്സാക്ഷി നിന്നോട് പറയുകയും നിന്റെ ചിന്തകളിൽ ശത്രുവാകുന്ന സാത്താൻ ഈ ചിന്തകൾ തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല, സംഗതി അങ്ങനെയല്ല, സത്യം അതല്ല. ഞാൻ പാഴും ശൂന്യവുമായി കിടന്ന ഒരു വ്യക്തിത്വമാണ്, ഇരുളിൽ കിടന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെ നിന്നും യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ, ആ കാൽവറി മരണത്തിൽ ഞാൻ എപ്പോൾ വിശ്വസിച്ചോ, അത് സ്വീകരിച്ചോ, അത് ഏറ്റുപറഞ്ഞോ,
ആ നിമിഷം മുതൽ എന്നെ കർത്താവ് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ഞാൻ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും അവകാശിയും ഓഹരിക്കാരനും ആയിത്തീർന്നിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ബൈബിൾ നമ്മളോട് വ്യക്തമായി പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെട്ടവൻ. വി ആർ ബ്ലെസ്സഡ്. യു ആർ ദ ബ്ലെസ്സഡ് പേഴ്സൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹീതരാണ് പ്രിയപ്പെട്ടവരെ. പാഴായിരുന്ന, ശൂന്യമായിരുന്ന എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച പിതാവിന് ഞാൻ നന്ദി പറയുകയാണ്. ജീവപുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മായ്ക്കരുതേ എന്ന് നമ്മളിപ്പോൾ പാടിയില്ലേ? എൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവെ, നിത്യജീവൻ നഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ കരത്തിൽ തരല്ലേ. ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കപ്പെടുന്നതൊന്നും എന്നെ ഏൽപ്പിക്കരുതേ. എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ കർത്താവെ നിത്യജീവന് ഉതകുന്നതായി തീരണമേ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. കാരണം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളയും. കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ബന്ധങ്ങൾ ശിഥിലമായെന്ന് പറഞ്ഞാലും, എന്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞാലും, എൻ്റെ പേരൊരിക്കലും ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകരുതേ. മോശ ഒരിക്കൽ ദൈവത്തോട് ഇത് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കരുതേ. ഈ ഭൂമിയിൽ എൻ്റെ പേര് വേറെ ഏതെല്ലാം രജിസ്റ്ററിൽ നിന്നും, ഏതെല്ലാം പുസ്തകങ്ങളിൽ നിന്നും യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ വെട്ടിക്കളഞ്ഞാലും, കർത്താവെ, ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എൻ്റെ പേര് എൻ്റെ പ്രവൃത്തിയാൽ, ഞാൻ നിന്റെ വചനം അനുസരിക്കാത്ത കാരണത്താൽ, എൻ്റെ അശുദ്ധിയാൽ, ദൈവഹിതമില്ലാത്ത നടന്ന വഴികളാൽ ഒരിക്കലും മാഞ്ഞു പോകല്ലേ. ഒരിക്കലും മാഞ്ഞു പോകല്ലേ. എൻ്റെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ കണ്ണ് കാണല്ലേ. എൻ്റെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ ചെവി കേൾക്കല്ലേ. എൻ്റെ നിത്യത നഷ്ടപ്പെടുന്നതൊന്നും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കല്ലേ. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ജീവപുസ്തകത്തിൽ നിന്നും എൻ്റെ പേര് മാഞ്ഞു പോകാതെ എൻ്റെ കർത്താവിനെ നിലനിർത്തണമേ. ജീവപുസ്തകത്തിൽ നിന്നുമെൻ്റെ പേരുമാഞ്ഞു പോയിടാതെയെന്നും കുഞ്ഞാടിനെ പിൻഗമിപ്പാൻ പരിശുദ്ധാത്മാ